ക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വൻ പ്രതിഷേധം നടന്ന രാജ്യതലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി 69 സ്ത്രീകൾ മാത്രം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ വിമുഖത കാട്ടി. മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, ലോക്സഭാ പ്രതിപക്ഷ നേതാവായ സുഷമ സ്വരാജ് മുൻ മുഖ്യമന്ത്രിയും. എന്നാൽ രാജ്യതലസ്ഥാനത്ത് ഷീല ദീക്ഷിത് അടക്കം മത്സരരംഗത്ത് 69 വനിതകളെ ഉള്ളൂ. വനിതാ സംവരണത്തിനായി നേതാക്കൾ വാശി പിടിക്കുന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് ആനുപാതിക പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. 51 ലക്ഷം വരുന്ന വനിതാ വോട്ടർമാരുള്ള ഡൽഹി നിയമസഭയിലെ 70 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ 6ഉം ആം ആദ്മി പാർട്ടിയുടെ 4ഉം ബിജെപിയുടെ 3ഉം ചെറു പാർട്ടികളും സ്വതന്ത്രരും ചേർന്ന് 56 വനിതകളാണ് മത്സരിക്കുന്നത്. 2008 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 81 വനിതകളിൽ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് അടക്കം 3 പേർ മാത്രമാണ് നിയമസഭയിലെത്തിയത്. 70 പേർക്ക് കെട്ടിവെച്ച കാശും നഷ്ടമായി. വിജയസാധ്യത മാത്രമാണ് പ്രമുഖ പാർട്ടികൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുക, അത് XYZ ആരോ ആവട്ടെ, ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ട, ആ സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ചുമതല ആ പാർട്ടിക്കുണ്ട്. എണ്ണത്തിൽ കുറവെങ്കിലും ചില മണ്ഡലങ്ങളിൽ വനിതകൾ തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പ്. RK പുരം മണ്ഡലത്തിൽ 2 തവണ MLA ആയിരുന്ന ബർഖ സിംഗിനെ നേരിടുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഷാസിയ ഇൽമിയാണ്. മാൽവിയ നഗറിൽ മുൻ മേയറും BJP സ്ഥാനാർത്ഥിയുമായ ആരതി മെഹ്റയെ നിലവിലെ MLAയും സംസ്ഥാന മന്ത്രിയുമായ കിരൺ വാലിയെ നേരിടും. സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകിയില്ലെങ്കിലും സ്ത്രീകളുടെ വോട്ട് നേടാൻ വാഗ്ദാനങ്ങളിൽ പാർട്ടികൾ കുറവ് വരുത്തിയിട്ടില്ല. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി. ഇടവേള.